ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പാൽപ്പടയിൽ നിന്നും ശുദ്ധമായ ബട്ടറും ഗീയും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാൽ നന്നായി തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നല്ല കട്ടിയായ പാട ലഭിക്കും. ഇങ്ങനെ ഓരോ ദിവസവും ലഭിക്കുന്ന പാട ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന് നമുക്ക് 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ബട്ടറും ഗീയൊക്കെ ആക്കി മാറ്റാവുന്നതാണ്. ഇതുപോലെ 2 ആഴ്ച പാലിൻ്റെ പാട ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഇത് നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് കുറേ ഒഴിച്ച് ഒരു ദിവസം വെച്ചേക്കണം. പാലിൻ്റെ പാട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല പുളിയുള്ള തൈരായിരിക്കണം. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചൊരു ദിവസത്തേക്ക് വെച്ചേക്കാം. നമുക്ക് നേരിട്ട് ഉരുക്കിയും നെയ്യെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി കുറേശ്ശെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറേശ്ശെ വെള്ളവും ഒഴിച്ച് അടിച്ചെടുക്കണം. നല്ല തണുത്ത വെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിക്കേണ്ടത്. ഇതിങ്ങനെ നല്ല വെണ്ണയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് തണുത്ത വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഇടാം. ശുദ്ധമായ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഞാൻ മുമ്പ് തയ്യാറാക്കി വെച്ചിരുന്ന ബട്ടറാണ്. ഇത് നമുക്ക് ഗീ ആക്കി മാറ്റാം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. കുറേ കഴിയുമ്പോൾ നല്ല ശുദ്ധമായ നെയ്യ് നമുക്ക് ലഭിക്കും. ഇതിൻ്റെ പത വറ്റി തണുത്ത് കഴിയുമ്പോൾ അരിച്ച് നമുക്കൊരു ജാറിലേക്ക് മാറ്റാം. ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൽപ്പാടയിൽ നിന്ന് നല്ല ശുദ്ധമായ ബട്ടറും ഗീയും തയ്യാറായിട്ടുണ്ട്. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള ബട്ടറും ഗീയും ഇങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.